Hello all, welcome to Eminent and E-Learning. Today we will discuss Unit 7 Early Medieval Polities in Peninsular India 6th to 8th Century series. So, we will class Peninsular India in Maharashtra, Karnataka, Andhra Pradesh, Tamil Nadu, Kerala, എന്നിവ ഉൾപ്പെടുന്ന വിന്ധ്യ റീജിയന്റെ southern part നെയാണ് നമ്മൾ Peninsular India എന്ന് പറയുന്നത്. 6th to 14th century CE ആ ഒരു ടൈമിലുണ്ടായിരുന്ന മേജർ പെനിൻസുലർ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഡെക്കാൻ, തമിഴ്നാട്, ഒറീസ എന്നിവയാണ്. ഡെക്കാൻ റീജിയൻസ് ആരൊക്കെയായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്? ചൗലുക്യാസ്, കല്യാണി, വടബി തുടങ്ങിയ പ്രദേശങ്ങൾ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ചൗലുക്യാസ് ആണ്. മാന്യകേത രാഷ്ട്രകുദാസിന്റെ കൺട്രോളിലായിരുന്നു. ദ്വാരസമുദ്ര ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഹൊയ്സലാസ് ആണ്. വാരങ്കൽ കാക്കത്യാസിന്റെ കൺട്രോളിലായിരുന്നു. തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ കാഞ്ചീപുരം പല്ലവാസ് ആണ് കൺട്രോൾ ചെയ്തിരുന്നത്. മധുരൈ പാണ്ഡ്യാസിന്റെ അണ്ടറിലായിരുന്നു. തഞ്ചാവൂർ ചോളാസ് ഭരിച്ചിരുന്നു. ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് എൻഡ്യൂറിംഗ് റീജിയണൽ സ്റ്റേറ്റ് ആയിരുന്നു ചോള. ഒറീസ വന്നിട്ട് ഒരു സെപ്പറേറ്റ് മേജർ റീജിയൻ ആയിരുന്നു, പക്ഷെ ടെക്സ്റ്റസിലൊന്നും ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. Several minor lineages polities like the Gangas, Kadambas and Banas were situated between the larger states. ഈ ലാർജർ സ്റ്റേറ്റ്സിൻ്റെ ഇടയിൽ ഗംഗ, കടമ്പ, ബനാസ് തുടങ്ങിയ മൈനർ ലീനേജസ് ഉണ്ടായിരുന്നു. ഈ 6th to 8th സെഞ്ചുറീസിന്റെ പ്രാധാന്യത്തിലേക്ക് കടക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് സ്റ്റേറ്റ് ഫോർമേഷൻ. ദിസ് ടൈം വിറ്റ്നസ്ഡ് ദ എമർജൻസ് ഓഫ് ന്യൂമറസ് ന്യൂ സ്റ്റേറ്റ്സ്. ഒരുപാട് പുതിയ രാഷ്ട്രങ്ങൾ എമേർജ് ചെയ്ത് വന്നു. ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇൻക്രീസ്ഡ് മൈഗ്രേഷൻ ഓഫ് ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റീസ് ഫ്രം നോർത്ത് ഇന്ത്യ ലീഡിംഗ് ടു ദ സ്പ്രെഡ് ഓഫ് ബ്രാഹ്മണിക്കൽ കൾച്ചർ. നോർത്ത് ഇന്ത്യയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത ബ്രാഹ്മിൻസ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു ബ്രാഹ്മണിക്കൽ കൾച്ചർ വിവിധ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ് ഉണ്ടായത്. സൗത്ത് ഇന്ത്യ പ്ലേഡ് എ കീ റോൾ ഇൻ സ്പ്രെഡിങ് ഇന്ത്യൻ കൾച്ചർ ഓവർസീസ് ത്രൂ സീ ട്രേഡ്. ഒരു മാരിടൈം ഇൻഫ്ലുവൻസ്. ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഒരു സീ ട്രേഡ് ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ഒരുപാട് എവിഡൻസസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 6th to 8th സെഞ്ചുറീസിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന സോഴ്സസ് എന്ന് പറയുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ഓൺ സ്റ്റോൺ ആൻഡ് കോപ്പർ പ്ലേറ്റ്സ് റിട്ടേൺ ഇൻ സാൻസ്ക്രിറ്റ്, തമിഴ്, കന്നഡ ആൻഡ് തെലുങ്കു. സാൻസ്ക്രിറ്റ്, തമിഴ്, കന്നഡ, തെലുങ്കു എന്നിവയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷൻസ് നമ്മൾക്ക് കോപ്പർ പ്ലേറ്റ്സ് കണ്ടെത്തുമ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫോറിൻ അക്കൗണ്ട്സ് ഫഹസെൻ, ഹ്വാൻസങ്, ടീസങ് തുടങ്ങിയവരുടെ ഫോറിൻ അക്കൗണ്ട്സും ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദി മേജർ കിങ്ഡംസ് ആൻഡ് ദെയർ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ. Unlike North Indian states, peninsular kingdoms were generally confined to core areas centered around rivers like the Krishna and Kaveri. This led to the development of distant regional cultures. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുമായിട്ട് പെനിൻസുലർ കിങ്ഡംസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷനാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതായത് കൃഷ്ണ ആൻഡ് കാവേരി റിവേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അതായത് കൃഷ്ണ ആൻഡ് കാവേരി റിവേഴ്സിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അവരുടെ ഈ ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഡിസ്റ്റൻറ്റ് വ്യത്യസ്തതരമായ ഒരു റീജിയണൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിരുന്നു. ദ 3 മേജർ കിങ്ഡംസ്, ആ ഒരു ടൈമിലുണ്ടായിരുന്ന മേജർ കിങ്ഡംസ് എന്ന് പറയുന്നത് പല്ലവാസ്, പാണ്ഡ്യാസ് ആൻഡ് ചൗലുക്യാസ് ഓഫ് ബഡമിയാണ്. പല്ലവാസ് began in 4th century CE in southern Andhra, expanding south to Kanchipuram in Tamil Nadu. 4th century CEയിൽ സദേൺ ആന്ധ്രയിലാണ് പല്ലവാസ് എമേർജ് ചെയ്ത് വരുന്നത്. പിന്നീട് അവർ തമിഴ്നാട്ടിലുള്ള കാഞ്ചീപുരത്തിലേക്ക് അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. Their continuous history dates from the mid-6th to late 9th century. അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് mid-6th to late 9th century ആണ്. ഈ ടെറിട്ടോറിയൽ എക്സ്പാൻഷന് ഇമ്പോർട്ടൻ്റ് ആയ പങ്ക് വഹിച്ച ഒരു റൂളറാണ് സിംഹവിഷ്ണു. 550 to 80 CE ആണ് അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ്. അവരുടെ കോർ ടെറിട്ടറി ഇൻ നോർത്തേൺ തമിഴ്നാടു അറിയപ്പെടുന്നത് തൊണ്ടൈനാടു എന്ന പേരിലാണ്. നെക്സ്റ്റ്, the Chalukyas of Badami started ruling in North Karnataka around the same time as Pallavas. പല്ലവാസിന്റെ ടൈമിൽ തന്നെ നോർത്ത് കർണാടക ഭരിച്ചിട്ടുണ്ടായിരുന്നത് ചൗലുക്യാസ് ആണ്. അവരുടെ ക്യാപിറ്റൽ ബഡമിയാണ്. പുലികേശൻ ഫസ്റ്റ് ആണ്
അദ്ദേഹമാണ് ദി ഫൗണ്ടഡ് ദ കിങ്ഡം വിത്ത് ബഡമി ആസ് ഹിസ് ക്യാപിറ്റൽ, കൺവേർട്ടിംഗ് എ നിയർ ബൈ ഹിൽ ഇൻ ടു സ്ട്രോങ് ഫോറസ്റ്റസ്. ബഡമിന് ക്യാപിറ്റലായി സ്ഥാപിക്കുന്നത് അദ്ദേഹമാണ്. അതിനടുത്തുള്ള ബഡമിക്ക് അടുത്തുള്ള നിയർ ബൈ ഹില്ലിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം മാറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 543 to 66 CE ആണ്. They conquered the territories of the Kadambas and Mauryas. മൗര്യാസിൻ്റെയും കടംബാസിൻ്റെയും ടെറിട്ടറീസ് ഒക്കെ പുലികേശൻ ഫസ്റ്റ് കോൺകർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പുലികേശൻ സെക്കൻഡ് 609 to 42 CE ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. സിഗ്നിഫിക്കൻ്റ്ലി എക്സ്പാൻഡഡ് ദ ചൗലിക്യ ടെറിട്ടറി, ബ്രിങ്ങിങ് ഓൾമോസ്റ്റ് ഓൾ ദി എൻറ്റയർ ടെറിട്ടറി, എസ്പെഷ്യലി കന്നഡ സ്പീക്കിംഗ് ഏരിയാസ് അണ്ടർ ഹിസ് റൂൾ. Made the Ganga rulers and Alubas his subordinates. Expanded north of the Narmada river, defeating Malwa, Gurjaras and crucially Harsha of Kanauj. ചൗലക്യ ടെറിട്ടറി അദ്ദേഹം കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കന്നഡ സ്പീക്കിംഗ് ഏരിയാസ് ഒക്കെ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരികയും ഗംഗ റൂളേഴ്സ് അതേപോലെ ആലുവാസിനെയൊക്കെ അവരെ സബോർഡിനേറ്റായി മാറ്റുകയും ചെയ്തിരുന്നു. അതേപോലെ നോർത്ത് ഓഫ് ദ നർമ്മദ റിവർ, ഡിഫീറ്റിംഗ് മാൽവ, ഗുർജറാസ് ആൻഡ് ക്രൂഷ്യലി ഹർഷാസ് ഓഫ് കനൗജ്. അവർ നർമ്മദ റിവറിൻ്റെ അടുത്തിലേക്ക് അവരുടെ ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന ടൈമിൽ മാൽവ, ഗുർജറാസ് അതേപോലെ കനൗജ്, ഹർഷ ഓഫ് കനൗജ് എന്നിവരൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്റ്റെൻഡ് ഹിസ് പവർ ഇൻ ടു ഈസ്റ്റേൺ ഡെക്കൻ. അവരുടെ പവേഴ്സ് ഈസ്റ്റേൺ ഡെക്കനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവർ പല്ലവാസുമായിട്ട് കോൺഫ്ലിക്റ്റ് നടത്തിയിരുന്നു. പല്ലവ ചൗലുക്യ കോൺഫ്ലിക്റ്റിലേക്ക് കടക്കുമ്പോൾ മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് ഓഫ് ദ പല്ലവാസ് ഫോർട്ട് വിത്ത് പുലികേശൻ സെക്കൻഡ്, സഫറിംഗ് ഡിഫീറ്റ്. പല്ലവ റൂളറായ മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ് പുലികേശൻ സെക്കൻഡ്, അതായത് ചൗലുക്യ റൂളറായ പുലികേശൻ സെക്കൻഡുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ നരസിംഹ ഫസ്റ്റ് വന്നിട്ട് ചൗലുക്യ ടെറിട്ടറി പിടിച്ചടക്കുകയും അതുപോലെ ബഡമി, ചൗലുക്യാസിൻ്റെ ക്യാപിറ്റലായ ബഡമി ആക്രമിക്കുകയും അത് പിടിച്ചടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹി ആൾസോ സെൻഡ് 2 naval expeditions to ശ്രീലങ്ക ടു എയ്ഡ് എ പ്രിൻസ് ഇൻ ഹിസ് സക്സഷൻ സ്ട്രഗിൾ. 2 naval expeditions അദ്ദേഹം ഈ ഒരു സ്ട്രഗിളിൻ്റെ സക്സസിന് വേണ്ടി ശ്രീലങ്കയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റർ പീരീഡ്സ് ഓഫ് കണ്ടിന്യൂഡ് ഹോസ്റ്റാലിറ്റീസ് വിത്തൗട്ട് ഡിസിസീവ് ചേഞ്ച്. ലേറ്റർ പീരീഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിലും ഇതിനൊന്നും വലിയ മാറ്റങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ഹോസ്റ്റാലിറ്റീസ് കണ്ടിന്യൂ ചെയ്ത് തന്നെ ഇരുന്നു. ലേറ്റർ ഡെവലപ്മെൻറ്റ്സിലേക്ക് കടക്കുമ്പോൾ ദ റീജിയൻസ് ഓഫ് വിജയാദിത്യ, ചൗലുക്യ റൂളറായ വിജയാദിത്യ, അദ്ദേഹത്തിന് കാലഘട്ടം എന്ന് പറയുന്നത് 696 to 733 CE ആണ്. അതേപോലെ രാജസിംഹ, പല്ലവ റൂളറായ രാജസിംഹ, അവരുടെ ടൈമിൽ വളരെ ശാന്തമായ ഒരു വാർഫെയർ ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ദ്രാവിഡൻ സ്റ്റൈൽസിനുള്ള ഒരുപാട് ടെമ്പിൾസ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. Around 750 CE, the Rashtrakutas replaced the Chaulukyas of Badami, continuing their expansionist policies. തുടർന്ന് 750 CE രാഷ്ട്രകൂതാസ് ചൗലുക്യാസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ പിടിച്ചടക്കുകയും അവരുടെ എക്സ്പാൻഷനിസ്റ്റ് പോളിസീസ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തിരുന്നു. നന്ദിവർമ്മൻ സെക്കൻഡ് took the Pallava throne after a succession crisis and fought extensively, particularly with the Pandyas. ഈ പല്ലവ ത്രോണ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പെർട്ടിക്കുലർലി പാണ്ഡ്യാസുമായിട്ട് നന്ദിവർമ്മൻ സെക്കൻഡ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ടെറിട്ടറി ആൻഡ് സൊസൈറ്റിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നേച്ചർ ഓഫ് വാർഫെയർ നോക്കുകയാണെങ്കിൽ the wars were often waged not for complete territorial annexation but to subdue rebels and extract tribute and booty. കാരണം എന്താ വെച്ചാൽ ഈ വാർസ് പ്രധാനമായി നടന്നിട്ടുണ്ടായിരുന്നത് ടെറിട്ടോറിയൽ അനക്സേഷന് മാത്രമായിരുന്നില്ല, അതുപോലെ അവർ ട്രിബ്യൂട്ട് ആൻഡ് ബ്യൂട്ടി എന്നിവ കൊള്ളയടിക്കാനും അതുപോലെ റിവൽസ് ചെയ്യാനും ഒക്കെ വേണ്ടിയായിരുന്നു. ഒരു കൾച്ചറൽ സ്പ്രെഡ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് ഇപ്പോൾ വാർഫെയറിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ന്യൂ പൊളിറ്റിക്കൽ ഐഡിയാസ് ആൻഡ് ടു കൾച്ചർ ടു ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എസ്റ്റാബ്ലിഷിംഗ് എ ഫ്ലെക്സിബിൾ നെറ്റ്വർക്ക് ഓഫ് ഓവർലോഡ് സബോർഡിനേറ്റ് റിലേഷൻഷിപ്സ് എന്നിവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ലോഡ് ഓവർലോഡ് ആ ഒരു സബോർഡിനേറ്റ് ചെയ്യുന്ന ഇപ്പോൾ അധികാരത്തിലെത്തുന്ന രാഷ്ട്രങ്ങൾ പിടിച്ചടക്കും മറ്റുള്ള രാഷ്ട്രങ്ങളെ സബോർഡിനേറ്റ് ചെയ്യുന്ന രീതി, അതുപോലെ പരസ്പരം അവരുടെ ആ ഒരു കൾച്ചർ തമ്മിലൊരു എക്സ്ചേഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്.
Constant warfare and migration of people aided the extension of agriculture into new lands, particularly forests. കണ്ടിന്യൂസ് ആയിട്ട് ഈ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പീപ്പിൾസിന് പുതിയ പ്ലേസസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു അഗ്രികൾച്ചറിനായിട്ട്. എസ്പെഷ്യലി അവർ ഫോറസ്റ്റിനെ ക്ലിയർ ചെയ്തിട്ടാണ് അവരുടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോറസ്റ്റ് ലാൻഡ്സ് ആയിരുന്നു അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The rulers created a new Brahmin settlements called Brahmadeyas in the 7th and 8th century CE. These settlements promoted agriculture with irrigation facilities, introducing a new land relation system with Brahmin landowners and their tenants. ബ്രഹ്മദേയസ് ബ്രാഹ്മിൻസിന് കൊടുക്കുന്ന ലാൻഡ്സ് അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മദേയസ് എന്ന പേരിലാണ്. 7th and 8th സെഞ്ചുറി സിയിലാണ് റൂളേഴ്സ് ഈ ബ്രഹ്മദേയ എന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇത് These settlements promoted agriculture with irrigation facilities ആണ് ഈ ഒരു ബ്രഹ്മദേയ എന്നൊരു കൺസെപ്റ്റിലൂടെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം. ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ലാൻഡ് റിലേഷൻ സിസ്റ്റം, ഒരു ന്യൂ ലാൻഡ് റിലേഷൻ സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ബ്രാഹ്മിൻസ് വന്നിട്ട് ലാൻഡിൻ്റെ ഓണേഴ്സും ടെനൻസ് അവരുടെ സബോർഡിനേറ്റ്സായി മാറുകയാണ് ചെയ്തത്. സോഷ്യൽ സ്ട്രക്ചറിലേക്ക് കടക്കുമ്പോൾ നമ്മൾക്ക് വർണ്ണ സിസ്റ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The concept of Varna system was known and upheld by rulers, but അവരത് സ്ട്രിക്ട്ലി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 4 വർണ്ണേഴ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാസ്. പിന്നെ ഈ കമ്മ്യൂണിറ്റീസ്, ഓരോ കമ്മ്യൂണിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പ്രൊഫഷൻസിൻ്റെ പേരിലാണ്. എക്സാമ്പിൾ ഹേർഡേഴ്സ്, മെർച്ചൻസ്, ഗോൾഡ് സ്മിത്സ് എക്സെട്ര. Certain professions like leather working were considered low. ചില പ്രൊഫഷൻസിനെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ലോ ആയ രീതിയിലാണ്. അതായത് സ്ലേവ്സ് ആയിട്ടായിരുന്നു ഈ ലെതർ വർക്കിംഗ് പ്രൊഫഷൻസിൽ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. മൊണാർക്കൽ പൊളൈറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഹെറിഡിറ്ററി കിൻഷിപ്പാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. കിൻഷിപ്പ് വാസ് ജനറലി ഹെറിഡിറ്ററി, പാസ്ഡ് ഡൗൺ ടു ദ എൽഡസ്റ്റ് സൺ, though this was not always strictly followed. Deviations from this norm sometimes led to family disputes and civil wars. രാജാവിൻ്റെ പിന്തുടർച്ച അവകാശം അദ്ദേഹത്തിൻ്റെ എൽഡസ്റ്റ് സണ്ണിനായിരുന്നു. ഇത് പലപ്പോഴും സ്ട്രിക്ട്ലി ഫോളോ അപ്പ് ചെയ്തിരുന്നില്ല. ഇതിൻ്റെ പേരിൽ ഫാമിലി ഡിസ്പ്യൂട്ട്സും സിവിൽ വാർസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. റോൾ ഓഫ് അഡ്വൈസേഴ്സ്. ഇൻ സം കേസസ് ഒഫീഷ്യൽസ് ആൻഡ് കീ മിനിസ്റ്റേഴ്സ്, മന്ത്രീസ് ആൻഡ് മൂലപ്രകൃതീസ് പ്ലേഡ് ആൻ ആക്റ്റീവ് റോൾ ഇൻ സെലക്ടിങ് എ കിങ്. ചില സന്ദർഭങ്ങളിൽ രാജാവിനെ തിരഞ്ഞെടുക്കാൻ റോൾ ഓഫ് അഡ്വൈസേഴ്സിൻ്റെ ആവശ്യം വന്നിരുന്നു. അതായത് മന്ത്രീസ് ആൻഡ് മൂലപ്രകൃതീസ് അവരായിരുന്നു കിങ്ങിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് നൽകിയിരുന്നത്. പല്ലവ കിങ്ങായ നന്ദിവർമ്മൻ സെക്കൻഡിനെ ചൂസ് ചെയ്തത് ഈ മന്ത്രീസ് ആൻഡ് മൂലപ്രകൃതീസ് ഇവരുടെ അഡ്വൈസ് പ്രകാരമായിരുന്നു. Kings who were great warriors and intellectuals like the Pallava king Mahendravarman I had a lofty image. This was often emphasized in royal charters or prashastis. Ruling families used Brahmin scholars to create elaborate mythical genealogies that gave them an ancient and divine origin. മഹേന്ദ്രവർമ്മൻ ഫസ്റ്റിനെ പോലുള്ളവർ അവരുടെ അച്ചീവ്മെൻറ്റ്സും ആ ഒരു വാരിയേഴ്സ് അതേപോലെ ഇൻ്റലക്ച്വൽസ് അതുപോലെ ഒരു ലോഫ്റ്റി ഇമേജുകൾ അവർ റോയൽ ചാർട്ടേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രശസ്തീസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവരൊരു ഡിവൈൻ ഒറിജിൻ ആണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ബ്രാഹ്മിൻ സ്കോളേഴ്സ് അത് ഇലാബറേറ്റ് ചെയ്ത് അവരുടെ ടെക്സ്റ്റസിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹിരണ്യഗർഭ ആൻഡ് അശ്വമേധ പോലുള്ള സാക്രിഫൈസസ് അവർ ക്ഷത്രിയ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. Pallavas specifically claimed a Brahmakshatriya status combining the qualities of both Brahmin and Kshatriya. പല്ലവാസ് ബ്രഹ്മക്ഷത്രിയ സ്റ്റാറ്റസ് ആണ് അവർ അവകാശപ്പെടുന്നത്. അതായത് അവർ ബ്രാഹ്മിൻസും ക്ഷത്രിയരുമാണെന്ന് പറയുന്നുണ്ട് ഒരേ സമയം തന്നെ. When we look at administrative system, there is no clear evidence of a formal council of ministers. Instead, 1 or 2 high-ranking officials, sometimes called amatya or mantri, combined both military and civil duties. നമ്മൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ്, ഒരു ഫോർമൽ ആയിട്ടൊരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു എവിഡൻസും ലഭിച്ചിട്ടില്ല. പക്ഷേ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. അമത്യ ഓർ മന്ത്രി, മിനിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നവരുണ്ടായിരുന്നു. അവർക്ക് മിലിറ്ററി ആൻഡ് സിവിൽ ഡ്യൂട്ടീസ്, ഈ അമത്യ ഓർ മന്ത്രി ഈ ഒരു
പോസ്റ്റിലുള്ളവർക്ക് നിക്ഷിപ്തമായിരുന്നു. ആർമിയിലേക്ക് കടക്കുമ്പോൾ ഒരു സ്റ്റാൻഡിംഗ് ആർമി ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രൈമർലി കമ്പോസ്ഡ് ഓഫ് ഇൻഫാൻട്രി with some elephantry and cavalry. The Pallavas also had a navy and undertook expeditions to Sri Lanka. അവർക്ക് നേവിയും ഉണ്ടായിരുന്നു. അത് നമ്മൾക്ക് അവർ ശ്രീലങ്കയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന എക്സ്പെഡേഷൻസ് അതിന് എക്സാമ്പിൾ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ്. The kingdom was divided into units with various names like Ahora, Vishya, Rashtra and Nadu. Kingdom divide ചെയ്തിട്ടുണ്ടായിരുന്നത് അഹോര, വിഷയ, രാഷ്ട്ര, നാടു എന്നിങ്ങനെയാണ്. These terms, specifically the Sanskrit ones, which were often used synonymously. ഈ ടേംസ് സാൻസ്ക്രിറ്റ് വേർഡ്സ് ആണ്. The Pallava kingdoms had an additional division called Kottam, which was larger and contained several Nadu divisions. അവർക്ക് അഡീഷണൽ ഡിവിഷൻ ഉണ്ടായിരുന്നു. കോട്ടം എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സെവറൽ നാടു ഡിവിഷൻസ് അടങ്ങിയതായിരുന്നു ഈ ഒരു കോട്ടം എന്ന് പറയുന്നത്. ഈ ഡിവിഷൻസ് കൺട്രോൾ ചെയ്തിരുന്ന ഒഫീഷ്യൽസ് അറിയപ്പെട്ടിരുന്നത് വിഷയപതി ഓർ രാഷ്ട്രപതി എന്ന പേരിലാണ്. ഇത് അവരുടെ ഇമ്പോർട്ടൻസിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. വില്ലേജ് ആൻഡ് റവന്യൂ സിസ്റ്റം. ദ വില്ലേജ് വാസ് എ ലോവസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്. പിന്നെ അവർക്കൊരു കോർപ്പറേറ്റ് ബോഡി ഉണ്ടായിരുന്നു. മഹാജന സഭ ഓർ ഊർ വാസ് ക്രൂഷ്യൽ ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മഹാജന സഭ തുടങ്ങിയ കോർപ്പറേറ്റ് ബോഡീസ് നിലനിന്നിരുന്നു. ദ കാരണിക വാസ് എ വില്ലേജ് ഒഫീഷ്യൽ. കാരണിക അദ്ദേഹമായിരുന്നു വില്ലേജ് ഒഫീഷ്യൽ ആയിരുന്നു. അദ്ദേഹമാണ് അക്കൗണ്ടന്റ് ആയിരുന്നു. അക്കൗണ്ടന്റ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തത് കാരണിക ആയിരുന്നു. ദ വില്ലേജ് ഓഫീസർ കാൾഡ് ഗൗമുണ്ട എക്സിസ്റ്റഡ് ഇൻ ചൗലുക്യ ഇറ. ചൗലുക്യാസിന്റെ കാലഘട്ടത്തിൽ ഗൗമുണ്ട എന്ന് പറയുന്ന വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. The Pallava revenue office was called നീലൈക്കളം. പല്ലവാസിന്റെ റവന്യൂ ഓഫീസ് അറിയപ്പെട്ടിരുന്നത് നീലൈക്കളം എന്ന പേരിലാണ്. ലാൻഡ് ടാക്സ് വാസ് പ്രൈമറി സോഴ്സ് ഓഫ് സ്റ്റേറ്റ് റവന്യൂ. സ്റ്റേറ്റ് റവന്യൂവിന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ലാൻഡ് ടാക്സ് ആയിരുന്നു. ഗോൾഡ് സ്മിത്സ്, വേവേഴ്സ്, ഓയിൽ മങ്കേഴ്സ് തുടങ്ങിയവരുടെ മേലെ അവർ ചുമത്തിയിട്ടുണ്ടായിരുന്ന ടാക്സസ്, അതുപോലെ മാരേജസ് ആൻഡ് ഹൗസസ് എന്നിവയ്ക്ക് മേലെ അവർ ചുമത്തിയിരുന്ന ടാക്സസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയിൽസ് ടാക്സ് ആൻഡ് ടോൾസ് വർ കളക്റ്റഡ് അറ്റ് മാർക്കറ്റ്സിൽ സെയിൽസ് ടാക്സും ടോൾസും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോൾട്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മൊണോപ്പൊളി ആയിരുന്നു. സ്റ്റേറ്റ്സ് റോൾ ആൻഡ് കിങ്സ് ഇൻട്രസ്റ്റസ്. The government focused on providing irrigation facilities and reclaiming land, especially for creating new settlements for Brahmin scholars. ഗവൺമെൻറ് ബ്രാഹ്മിൻസിന് ലാൻഡ് കൊടുത്തിരുന്നു. നമ്മൾക്കറിയാം ബ്രഹ്മദേയം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ്സ് ആ ഒരു ടൈമിൽ എമേർജ് ചെയ്ത് വന്നിരുന്നു. പല്ലവ കിങ്സ് were proud of reclaiming land and even adopted the title കാടുവെട്ടി എന്ന ടൈറ്റിൽ അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല്ലവ കിങ്സ്. Kings sponsored the building of temples and towns which boosted their status and promoted art, architecture and the mobility of artisans. ടെമ്പിൾസ് ആൻഡ് ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെ കിങ്സ് അവരുടെ പ്രശസ്തീസ്, അതായത് അവരുടെ സ്റ്റാറ്റസ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ആർട്ട്, ആർക്കിടെക്ചർ എന്നിവയൊക്കെ അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ അവരുടെ സ്റ്റാറ്റസ് ആണ് അവർ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. While kings were generally tolerant, there were instances to persecution, such as the persecution of Jains by Pallava and Pandya in 7th century. അവരുടെ ഈ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽസിലൊക്കെ ഒരു ജൈന ഇൻഫ്ലുവൻസ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റിസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് വാസ് അഡ്മിനിസ്ട്രേറ്റഡ് അറ്റ് ബോത്ത് ദി കിങ്സ് കോർട്ട് ആൻഡ് ദ ലോക്കൽ ലെവൽ. കിങ്സിൻ്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ജസ്റ്റിസ് സിസ്റ്റം അറിയപ്പെട്ടിരുന്നത് അധികരണം എന്ന പേരിലാണ്. അതേപോലെ ലോക്കൽ ലെവലിലുള്ള ജസ്റ്റിസ് സിസ്റ്റം അറിയപ്പെട്ടിരുന്നത് ധർമ്മസന എന്ന പേരിലാണ്. However, justice was not always impartial, as suggested by the play Madhavilasa Prahasana, written by the Pallava king Mahendravarman I, which points to the influence of wealthy people on judges. Justice വളരെ ഇമ്പേർഷ്യൽ ആണെന്ന് പറയുന്നുണ്ട്. കാരണം മാധവിലാസ പ്രഹസനം ഈ ഒരു പ്ലേ റൈറ്റ് ചെയ്തത് മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ്. അദ്ദേഹം പറയുന്നുണ്ട് ഈ ജഡ്ജസ് ആവാൻ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെൽത്തി പീപ്പിൾസിനെ ആയിരുന്നു എന്ന്. Political process between 6th to 8th century CE.
Historians have different views on the nature of these early medieval polities. ഏർലി മിഡീവൽ രാഷ്ട്രങ്ങളെക്കുറിച്ച് വ്യത്യസ്തതരമായ ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു ഹിസ്റ്റോറിയൻസിന്. വ്യത്യസ്തതരമായ അഭിപ്രായങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ട്രഡീഷണൽ വ്യൂസ് ഓഫ്റ്റൻ ഗ്ലോറിഫൈഡ് ദം ആസ് എംപയർ. ട്രഡീഷണൽ വ്യൂ സപ്പോർട്ട് ചെയ്യുന്നത് അവർ എംപറേഴ്സ് ആയിട്ടാണ്. അവർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പ്രോസസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാർക്സിസ്റ്റ് ഹിസ്റ്റോഗ്രഫി നോക്കുകയാണെങ്കിൽ പ്രപ്പോസൽ ദ ഇന്ത്യൻ ഫ്യൂഡലിസം തിയറിയാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത്, ലിങ്കിങ് ദ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ടു ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തിനെയും പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെയും അവർ കണക്ട് ചെയ്യുന്നുണ്ട്. എ കോറിലേറ്റീവ് വ്യൂ സജസ്റ്റ് ദ polities were a result of a secondary. The Samanta feudatory network model provides an alternative explanation, emphasizing how land grants created a hierarchy of intermediaries. എങ്ങനെയാണ് ലാൻഡ് ഗ്രാൻസ് ഒരു ഹെറാർക്കിയും അതുപോലെ ഇൻ്റർമീഡിയറ്റ്സിനും ക്രിയേറ്റ് ചെയ്യുന്നത്, ലീഡിങ് ടു ആൻ ഇൻറ്റിഗ്രേറ്റീവ് പൊളൈറ്റി റാദർ ദാൻ എ ഡിസെൻട്രലൈസ്ഡ് ഫ്യൂഡൽ വൺ. നേച്ചർ ഓഫ് ഡെക്കൻ പൊളൈറ്റീസ്, അതായത് നമുക്ക് ഡെക്കൻ ഏരിയാസ് ഭരിച്ചിരുന്നത് ചൗലുക്യാസ്, രാഷ്ട്രകൂതാസ് എന്നിവരായിരുന്നെന്നറിയാം. ദീസ് മൊണാർക്കീസ് അഡോപ്റ്റഡ് ദ ബ്രാഹ്മണിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ഓർഡർ ഫ്രം നോർത്ത് ഇന്ത്യ. ഒരു ബ്രാഹ്മണിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ഓർഡർ ആയിരുന്നു അവർ നോർത്ത് ഇന്ത്യയിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. There were a loosely knit Samanta type of feudatory states due to less continuous agricultural zones and presence of numerous local chiefs and tribes. അവിടെ ഉണ്ടായിരുന്നത് ന്യൂമറസ് ആയിട്ടുള്ള ലോക്കൽ ചീഫ്സും ട്രൈബ്സൊക്കെ ആയിരുന്നു. അതേപോലെ അഗ്രികൾച്ചറൽ സോൺസിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഡെക്കൻ പൊളിറ്റീസിലേക്ക് കടക്കുമ്പോൾ. ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ വാസ് എ റാങ്ക്ഡ് ഹെറാർക്കി. ഒരു റാങ്ക്ഡ് ഹെറാർക്കി ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ. ചീഫ് വിത്ത് മിലിറ്ററി കാപ്പബിലിറ്റി, ചീഫിന് ആയിരുന്നു മിലിറ്ററി കാപ്പബിലിറ്റി ഉണ്ടായിരുന്നത്. കുഡ് ഈസിലി ചാലഞ്ച് ദ സെൻട്രൽ അതോറിറ്റി. സെൻട്രൽ അതോറിറ്റിയുമായിട്ട് ചീഫ്സിന് ഈസി ആയിട്ട് ചാലഞ്ച് ചെയ്യാൻ സാധിച്ചിരുന്നു. ദർ വാസ് എ സെൻട്രലൈസ്ഡ് ടാക്സേഷൻ സിസ്റ്റം ബട്ട് നോ ഫുള്ളി ഡെവലപ്ഡ് സ്റ്റാൻഡിംഗ് ആർമി ഓഫ് സെൻട്രലൈസ്ഡ് ബ്യൂറോക്രസി. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സേഷൻ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഫുള്ളി ഡെവലപ്പ് ആയിരുന്നില്ല. സ്റ്റാൻഡിംഗ് ആർമി അതുപോലെ സെൻട്രലൈസ്ഡ് ബ്യൂറോക്രസി ഒന്നും ഫുള്ളി ഡെവലപ്പ് ആയിരുന്നില്ല. ഹൈ സൗണ്ടിങ് ടൈറ്റിൽസ് വർ യൂസ്ഡ് ടു പ്രൊജക്ട് പവർ വിച്ച് വാസ് ഓഫ്റ്റൻ അൺസാറ്റിസ്ഫൈങ്. ഹൈ സൗണ്ടിങ് ടൈറ്റിൽസ് അവരുടെ പവർ കാണിക്കാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ആയ വിഷയ, രാഷ്ട്ര, ദേശ എന്നിവയെ സെൻട്രലി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല്ലവ പൊളൈറ്റിയിലേക്ക് കടക്കുമ്പോൾ പല്ലവാസ് പോസിബിളി പാസ്റ്റൽ ചീഫ്സ് ആയിരുന്നു. എസ്റ്റാബ്ലിഷ്ഡ് ദെയർ ബേസ് ഇൻ ആൻഡ് അറൗണ്ട് കാഞ്ചീപുരം. ദി അബ്സോർബഡ് നോർത്തേൺ പൊളിറ്റിക്കോ കൾച്ചറൽ നോംസ് അവർ ആന്ധ്രയിൽ ഉണ്ടായിരുന്ന ടൈമിൽ ധർമ്മശാസ്ത്രത്തിൽ നിന്നും ചൂസ് ചെയ്തിരുന്നു. Their polity was synthesis of northern Brahmanical traditions and pre-existing Tamil social and economic structures. അവരുടെ പൊളൈറ്റി നോക്കുകയാണെങ്കിൽ ഒരു നോർത്തേൺ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസും അതേപോലെ തമിഴ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിലേക്ക് കടക്കുമ്പോൾ ദി അഡാപ്റ്റഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി സിമിലർ ടു ദ ഗുപ്താസ്. ഗുപ്താസ് ഫോളോ ചെയ്തിരുന്ന സിമിലർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയാണ് പല്ലവാസും ഫോളോ ചെയ്തിരുന്നത്. With functionaries Amatyas and Rashtriyas. High-ranking positions were held by royal kinsmen or local chiefs who were often remunerated with land grants for their service. ഹൈ റാങ്കിങ് ആയിട്ടുള്ളവർക്ക് അതായത് ലോക്കൽ ചീഫ്സിനൊക്കെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ലാൻഡ് ഗ്രാൻസ് ആയിരുന്നു. അവരുടെ ഒരു പൊളൈറ്റി സിസ്റ്റം എന്ന് പറയുന്നത് ഷെയർഡ് അതോറിറ്റി ബിറ്റ്വീൻ ദി കിങ്സ് ആൻഡ് ചീഫ്സ് ആയിരുന്നു. കിങ് ആയിരുന്നു ഹെജിമണി പവർ കൺട്രോൾ ചെയ്തിരുന്നത്. ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. ദ പല്ലവാസ് യൂസ്ഡ് 2 key institutions to expand their territory and legitimize their rule. ഒരു 2 key institutions ആണ് അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യാനും അവരുടെ റൂള് ലെജിറ്റിമൈസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ ബ്രഹ്മദേയ. ലാൻഡ് ഗ്രാൻസ് ഗിവൻ ടു ബ്രാഹ്മിൻസ് വിച്ച് സെർവ്ഡ് ടു ബ്രിങ് ന്യൂ ഏരിയാസ് അണ്ടർ കൾട്ടിവേഷൻ ആൻഡ് ഇൻറ്റിഗ്രേറ്റ് എക്സിസ്റ്റിംഗ് settlements into the new agrarian order. Next, Puranic temples are. Temples served as a center of economic activity and social ranking. These institutions provided ideological support as Brahmins created impressive genealogies to give the king a divine origin. This led to a new power structure based on differential rights in land and a hierarchical system. Finally, the Pandya polity-ലേക്ക് കടക്കുമ്പോൾ Pandya kingdom was similar to the Pallavas in most respects.
But there was an indigenous ruling family from the Sangam period. Sangam periodil ഒരു ഇൻഡിജീനിയസ് റൂളിംഗ് ഫാമിലി ആയിരുന്നു പാണ്ഡ്യാസ്. പല്ലവാസ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ കാര്യങ്ങളായിരുന്നു പാണ്ഡ്യാസും ചെയ്തിട്ടുണ്ടായിരുന്നത്. They were heavily influenced by Northern Sanskritic Puranic traditions. Northern Sanskritic Puranic traditionsൽ അധികം അവർ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. They claimed descended from Shiva and the lunar lineage. They performed Vedic sacrifices, made land grants to Brahmins and built Puranic temples. Like the Pallavas, they used the Brahmadeya and the temple as institution to restructure their economy, society and polity. പാണ്ഡ്യാസ് അവരുടെ എക്കണോമിനെയും സൊസൈറ്റി പൊളൈറ്റി എന്നിവയൊക്കെ ഒരു റീസ്ട്രക്ചർ ചെയ്യാൻ ബ്രഹ്മദയ ലാൻഡ് സിസ്റ്റവും അതേപോലെ ടെമ്പിൾസും അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വേദിക് സാക്രിഫൈസസ്, ലാൻഡ് ഗ്രാൻസ് ടു ബ്രാഹ്മിൻസ്, അതിന് അവർക്ക് കൊടുക്കുന്ന ബ്രഹ്മദയ കൺസെപ്റ്റിൻ്റെ പരമായിട്ട് ഒരുപാട് വേദിക് സാക്രിഫൈസസ് നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ പാണ്ഡ്യ കിങ്ഡത്തിന് സിമിലർ തന്നെ ആയിരുന്നു പല്ലവാസ് ഫോളോ ചെയ്തിരുന്നത്. Therefore, today നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നേച്ചർ ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ പെൻസുലർ ഇന്ത്യ 6th to 8th century CE. ആ ഒരു ടൈമിൽ സ്റ്റേറ്റ്സിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റ്സും എമേർജ് ചെയ്ത് വന്നത്, എസ്പെഷ്യലി പെൻസുലർ ഇന്ത്യയിൽ പല്ലവാസ്, പാണ്ഡ്യാസ്, അതേപോലെ ചൗലുക്യാസ്, ആ ഒരു ഡെക്കൻ റീജിയൻസിൽ ഒറീസ, ഇവിടെയൊക്കെ എങ്ങനെയായിരുന്നു എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, തമിഴ്നാട് പോലുള്ള റീജിയൻസിലെല്ലാം എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റ് ഫോർമേഷൻ നടന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.